മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സമസ്യയാണല്ലേ, വലിയൊരു സമസ്യയാണ്. ഇന്നലെ നമ്മൾ എന്തായിരുന്നു, ഈ നിമിഷത്തിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, യാതൊരുവിധ പ്രഡിക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അത്ര വിധം നിഗൂഢമായതാണ് മനുഷ്യന്റെ ജീവിതം. ഇപ്പോൾ നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ നമ്മൾ ദുഃഖിതരായി മാറുന്നതോ, അല്ലെങ്കിൽ കോപത്തിലകപ്പെടുന്നതോ, നിരാശയിലേക്ക് മാറുന്നതോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരിക്കലും മനുഷ്യൻ ആഗ്രഹിച്ചിട്ട് വന്നു ചേരുന്നതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായി പല സാഹചര്യങ്ങളും പല മൊമെന്റുകളും കടന്നു വന്നുകൊണ്ടിരിക്കും. ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം, പലരും ജീവിതത്തിന്റെ നിരാശയിലേക്ക് കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായി മാറി, ഞാൻ ഇതൊന്നും ആയിരുന്നില്ലല്ലോ സ്വപ്നം കണ്ടത്, എന്റെ സ്വപ്നം ഇതായിരുന്നില്ലല്ലോ, എന്റെ പ്രതീക്ഷ ഇതായിരുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ പലപ്പോഴും വളരെ അങ്ങനെ ചിന്തിച്ച് നിരാശയിലേക്ക് പോകുന്ന നിരവധി വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആ നിരാശയിലേക്ക് വ്യക്തിപരമായി ഞാനും കടന്നു പോയിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ജീവിതം നാം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കടന്നു പോകണമെന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയമം വെക്കുവാൻ, അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുവാൻ ഈ ജീവിതത്തെ നമ്മൾ തിരഞ്ഞെടുത്തതാണോ? ഇപ്പോ ജിനോ മാത്യു എന്ന ഞാൻ മാത്യു എന്ന് പറയുന്ന ആളുടെയും അന്നമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെയും മകനായിട്ട് ജനിക്കണമെന്നുള്ളത് എന്റെ തിരഞ്ഞെടുപ്പായിരുന്നോ? ഞാനൊരു പുരുഷനായിട്ട് ജനിക്കണമെന്നുള്ളത് എന്റെ തിരഞ്ഞെടുപ്പായിരുന്നോ? ഞാൻ 80കളിൽ ജനിക്കണമെന്നുള്ളത് എന്റെ തിരഞ്ഞെടുപ്പായിരുന്നോ? നോ നോ, ഇത് എന്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല. നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതവും നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. ഈ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ കരുതണം. ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത നാടകമാണിത്. ഇന്നലെയുടെ പിന്തുടർച്ച അവകാശപ്പെടാൻ പോലും പറ്റാത്ത അത്ര വിധത്തിൽ നിഗൂഢതകളിൽ കൂടി എപ്പോഴും ട്വിസ്റ്റോട് ട്വിസ്റ്റായിട്ട് സസ്പെൻസുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതര നാടകമാണ് ഈ ജീവിതമെന്ന് മനസ്സിലാക്കാൻ നാം തയ്യാറായാൽ ഒരു പരിധിവരെ നമ്മളുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന സാഹചര്യങ്ങളൊക്കെ മാറിപ്പോകും. അപ്പൊ ഈ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ട് അഭിനയിക്കുന്ന നാടകമല്ല. ഞാൻ നിർബന്ധിതനായി തീരുകയാണ് ഈ ജീവിതത്തിലെ ഈ വേഷം അഭിനയിക്കുവാൻ. ഞാൻ നിർബന്ധിതനായി തീരുകയാണ്. നാം ഓരോരുത്തരും സുഹൃത്തുക്കളെ, നാം തിരഞ്ഞെടുത്ത വേഷമല്ല, നാം നിർബന്ധിതനായിട്ട് അഭിനയിച്ചേ പറ്റൂ. റൈറ്റ്? ഇവിടെയാണ് ഈ നിർബന്ധിതനായിട്ട് നാം അഭിനയിക്കേണ്ട ഈ വേഷത്തിൽ, ഈ നാടകത്തിന്റെ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് ഈ ലോകത്തിൽ നാം കാണുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു സ്വാതന്ത്ര്യം ഈ നാടകത്തിന്റെ തിരക്കഥാകൃത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഈ നാടകത്തെ ശുഭപര്യവസായിയാക്കി മാറ്റണമോ ദുഃഖപര്യവസായിയാക്കി മാറ്റണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു വല്ലാത്ത നാടകമാണ് എടുത്തിട്ടോ. നമ്മുടെ ജീവിതം സുഖകരമായി മുൻപോട്ട് കൊണ്ടുപോകണമോ ദുഃഖകരമായി മുൻപോട്ട് കൊണ്ടുപോകണമോ എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല. ഈ വേഷം ആടി തീർക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതെങ്ങനെയാണ് നമ്മൾ ദുഃഖകരമാക്കാതെ അല്ലെങ്കിൽ സുഖകരമായി മാത്രം കൊണ്ടുപോകാൻ പറ്റുന്നത്? സുഹൃത്തെ, നിന്റെ ജീവിതത്തിലേക്ക് ദുഃഖം വരുന്നത് നാളെ ഇങ്ങനെയാകുമെന്ന് ഇന്നലെ ചിന്തിച്ചിട്ട് ഇന്നെത്തിയപ്പോ അത് സംഭവിക്കാതെ പോയി. റൈറ്റ്? നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്താണോ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റാതായപ്പോ, നമ്മൾ കണ്ട സ്വപ്നം നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റാതെ പോയപ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായതല്ലേ ഈ ദുഃഖം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ ഇന്നലകളെ ബേസ് ചെയ്തിട്ടല്ലേ കടന്നു പോയത്.
നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നലകൾ അത് കഴിഞ്ഞു പോയി, തിരിച്ചൊരിക്കലും കിട്ടില്ല. ഇറ്റ് വിൽ നോട്ട് കം ബാക്ക്. ഇന്നലകൾ അത് കഴിഞ്ഞു പോയി. ഇന്നലകളിലെ സുഖം, നല്ല ഓർമ്മകളായിക്കോട്ടെ, അത് ഒരിക്കലും തിരിച്ചു വരില്ല. ഒരിക്കലും തിരിച്ചു വരില്ല. ഇന്നലത്തെ ദുഃഖം, അത് തനിക്ക് സുഖമില്ലാത്ത ഓർമ്മകളായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ആ ദുഃഖം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കഴിഞ്ഞു പോയ ഓരോ നിമിഷവും കഴിഞ്ഞു പോയതാണ്, അത് ഒരിക്കലും തിരിച്ചു വരില്ല. ഈ നാടകം തന്നെ മറ്റൊരിടത്തും പോയി നമ്മൾ ഇനി അഭിനയിക്കേണ്ടതില്ല. അഭിനയിച്ച് തീർന്ന ഓരോ നിമിഷവും കടന്നു പോയതാണ്. അപ്പൊ ഇന്നലകളിൽ കടന്നുപോയ ദുഃഖകരമായതോ സന്തോഷകരമായതോ എന്തുമാവട്ടെ, അത് നാളെയും കിട്ടുമെന്ന് ചിന്തിക്കാൻ, ഇത് തന്നെയാണ് നാളെയും ഞാൻ അഭിനയിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആ മണ്ടത്തരം എടുത്തു മാറ്റാൻ നാം തയ്യാറായാൽ, ക്ലിയർ ആവുന്നുണ്ടോ? അതെടുത്തു മാറ്റാൻ നാം തയ്യാറായാൽ, നാളെ എന്താണോ സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആ കാത്തിരിപ്പ്, നമ്മളുടെ എക്സ്പെക്ടേഷൻ, അത് എടുത്തു മാറ്റാൻ തയ്യാറാവണം. കാരണം നാം മനസ്സിലാക്കണം, നാം ചിന്തിച്ചതല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്തെങ്കിലുമൊക്കെ അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ, അത് നാച്ചുറൽ ആണ്. പക്ഷെ പലപ്പോഴും നാം ചിന്തിച്ചതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് ഇന്നേ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് കാത്തിരുന്ന് അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കുവാൻ നമുക്ക് യാതൊരുവിധ അവകാശവുമില്ല. കാരണം ഈ നാടകത്തിന്റെ ഡയറക്ടർ ഞാനല്ല. ഞാൻ നിർബന്ധിതനായിട്ട് അഭിനയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ്. സോ എനിക്ക് മുമ്പിൽ ആകെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഐ ആം ഹാപ്പി. അറ്റ് പ്രസന്റ് ഞാൻ ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ്സിൽ നാം കടന്നു പോകുക. നാളെ എന്തും വരട്ടെ, ആ വേഷത്തിൻ്റെതായ രീതിയിൽ അഭിനയിച്ചു തീർക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിന്റെ ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രമായ നീ കരയണോ, നീ ചിരിക്കണോ, നീ കോപിഷ്ഠനാകണോ, നീ നിരാശനാകണോ, നീ പിന്തിരിഞ്ഞ് നടക്കണോ, നീ ഒരു ആത്മഹത്യാപരമായ ചിന്തയിലേക്ക് കടന്നു പോകണോ, ഇതെല്ലാം നിന്റെ ചുറ്റുപാട് നിൽക്കുന്ന വ്യക്തികൾ നിന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന യാതൊരുവിധ വിഷം കൊണ്ടുമാവരുത്. നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്നെ എതിർക്കുന്നവർ, നിന്നെ വെറുക്കുന്നവർ, ആരുമാവട്ടെ, ആരെങ്കിലുമൊക്കെ അവരുടേതായ നാടകം അഭിനയിക്കുമ്പോൾ നിന്റെ മേത്തേക്ക് വാരി വലിച്ചെറിയുവാൻ ഉദ്ദേശിക്കുന്ന പൂവോ പട്ടോ വിഴുപ്പോ അതെന്ത് തന്നെയാണെങ്കിലും എന്നിലേക്ക് സ്വീകരിക്കാതിരിക്കുവാനും അതിനനുസരിച്ച് ഡ്രൈവ് ചെയ്യുവാൻ തയ്യാറാകാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ഈ നാടകത്തിൽ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. എന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ തിരിച്ച് ആ ചീത്തക്കനുസരിച്ച് കോപിഷ്ഠനാകുകയും തിരിച്ച് ചീത്ത പറയുകയും ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഒരാള് എന്നെ ഇൻസൾട്ട് ചെയ്താൽ അപമാനഭാരത്താൽ തല കുനിക്കുവാനും അതിനെ തൃണവൽക്കണിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്റെ സന്തോഷത്തെ കട്ടെടുക്കുവാൻ ഒരാൾ ശ്രമിച്ചാൽ അതിന്റെ പേരിൽ നിരാശനായി ദുഃഖിതനായി ഇരിക്കുവാനും എന്റെ സന്തോഷം എന്റെ മാത്രമാണ്. എന്റെ സന്തോഷത്തെ, എന്റെ സ്വപ്നങ്ങളെ, എന്റെ ആഗ്രഹങ്ങളെ എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ഈ ലോകത്തിൽ മറ്റാർക്കും കഴിയില്ല എന്ന ഉറപ്പോടുകൂടി
സന്തുഷ്ടനായിരിക്കുവാനും എന്റെ സ്വാതന്ത്ര്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ജീവിതം ഉണ്ടല്ലോ, ഒരച്ഛന്റെയും ഒരമ്മയുടെയും മകനായിട്ട് മകളായിട്ട് നാം ജനിച്ച അന്നു മുതൽ ഇവിടെ നിന്ന് കുറച്ചു പേർ നമുക്ക് ഗുഡ് ബൈ പറയുന്ന നിമിഷം വരെ നാം നിർബന്ധിതമായി ആടി തീർക്കേണ്ട ഒരു വേഷമാണ്. ഈ വേഷത്തിൽ ഇന്നലകളിൽ വരെ നിങ്ങൾ ആരായിരുന്നുവോ, ലിവ് ഇറ്റ്, കഴിഞ്ഞുപോയി. അതൊരിക്കലും ഇനി തിരിച്ചു വരില്ല. നിങ്ങൾ സന്തുഷ്ടനായിരുന്നെങ്കിലും അത് തിരിച്ചു വരില്ല. നിങ്ങൾ ദുഃഖിതനായിരുന്നെങ്കിലും തിരിച്ചു വരില്ല. ഇന്നലകൾ കടന്നുപോയി. ഇനിയുള്ള ദിവസങ്ങൾ ഈ നാടകം ഒരു ശുഭപര്യവസായിയായി സന്തുഷ്ടനായ മനസ്സോടുകൂടി ഓരോ ദിവസവും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്ന വ്യക്തിയായി മാറാൻ നിനക്ക് അവകാശമുണ്ട്. നിനക്ക് ചിരിക്കുവാൻ അവകാശമുണ്ട്. ഏത് ദുഃഖത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ചിരിക്കുവാൻ നിനക്ക് അവകാശമുണ്ട്. നിനക്കതിന് കഴിവുണ്ട്. എത്ര ദാരിദ്ര്യത്തിന്റെ നടുവിലും സമൃദ്ധനായി ജീവിക്കുവാൻ നിനക്ക് അവകാശമുണ്ട്. നിനക്ക് അതിന് കഴിവുണ്ട്. എത്ര ഒറ്റപ്പെടലുകൾക്ക് നടുവിലാണെങ്കിലും നെഞ്ചുയർത്തി നിൽക്കുവാൻ നിനക്ക് അവകാശമുണ്ട്. നിനക്കതിന് കഴിവുണ്ട്. നിന്നെ ആരൊക്കെ സ്നേഹിക്കുന്നില്ലെങ്കിലും നിരാശനായി മാറിയിരിക്കുവാനും അനേക ആയിരങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുവാനും നിനക്ക് കഴിവുണ്ട്. നിനക്ക് അവകാശമുണ്ട്. നിന്റെ കയ്യിലുള്ളതിൽ നിന്ന് സന്തോഷത്തിന്റെ പരകോടിയിലേക്ക് എത്തുവാൻ നിനക്ക് കഴിവുണ്ട്. കാരണം നീ മനുഷ്യനാണ്. സംവിധായകൻ തന്ന എല്ലാ സ്വാതന്ത്ര്യത്തെയും നിങ്ങളുടെ ഈ ജീവിത വേഷത്തിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. വ്യത്യസ്തമായ ജോണറുകളിലുള്ള അനവധിയായ നാടകങ്ങൾ കൊണ്ട് നമുക്ക് ചുറ്റും നിറയട്ടെ. നിന്റെ സ്വപ്നങ്ങളിൽ കൈകടത്തുവാൻ, നിന്റെ സന്തോഷത്തിൽ കൈകടത്തുവാൻ, നിന്റെ വേഷത്തിൽ കൈകടത്തുവാൻ നിന്റെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് അവസരം കൊടുക്കാതിരിക്കും.